സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാന സർക്കാർ അനുമതിയും അംഗീകാരവും നൽകി. LDF സർക്കാരിൻ്റെ CPMൻ്റെ പ്രഖ്യാപിതമായ നയനിലപാടുകൾക്ക് വിരുദ്ധമാണ് സ്വാശ്രയ സർവകലാശാലകൾക്കുള്ള അനുമതി. ആ നിലയ്ക്കുള്ള വലിയ വിമർശനം സർക്കാരും പാർട്ടിയും നേരിടുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കാലോചിതമായൊരു മാറ്റം ഇക്കാര്യങ്ങളിലൊക്കെ വേണം എന്നുള്ളൊരു വിശദീകരണവും ന്യായീകരണവുമാണ് CPMും സർക്കാർ മന്ത്രിമാരുമൊക്കെ നിരത്തുന്നത്. ആ വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. സാർ, ഈ കാലോചിതമായൊരു മാറ്റം വേണം എന്നുള്ളത് CPMൻ്റെ നയനിലപാടുകളിലടക്കം മാറ്റം വേണമെന്നുള്ള പുതിയ നിലപാടിനെ എങ്ങനെ കാണാം? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ എല്ലാ കാലത്തേക്കും ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ ആയിരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. അത് മാറുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ കാലത്തേക്കുമായൊരു നിലപാട്, അടിയുറച്ച നിലപാട് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു അടിയുറച്ച നിലപാട് അല്ല ശരിക്കും വേണ്ടത്. കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതെന്തുകൊണ്ട് മാറുന്നു, എങ്ങനെയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് മാറ്റമുണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അതിന് അധികം അവർ വലിയ ഗവേഷണമൊന്നും നടത്തേണ്ടതല്ല. നിലവിലുള്ള സാഹചര്യം തുറന്നു പറഞ്ഞാൽ മതി. അതിന് സത്യസന്ധതയോടെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അത് ചെയ്താൽ മതി. അതിന് പകരം അത് ചില വക്രീകരിച്ച സിദ്ധാന്തങ്ങളിലൂടെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും തോന്നിയത് അതാണ്. യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇവർ ഇതിനെ തീർത്തും എതിർത്തിരുന്നു. അതൊരു വസ്തുതയാണ്. ഇന്ന് ഞങ്ങളതിനെ അനുകൂലിക്കുന്നു. കാലം മാറിയിട്ടുണ്ട്. അന്ന് ചെയ്തത് ശരിയാണ്, അതിനെ ഞങ്ങൾ തിരുത്തുകയാണ്. അതൊരു തെറ്റായ നിലപാടായിരുന്നു, ഇന്നതിനെ തിരുത്തുകയാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിന് പകരം അത് അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നു നിലപാട്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതാണ് നിലപാട്, ഇത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ നിലപാടെടുക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള, നമ്മൾ മൂർത്തമായ സാഹചര്യം ആരാണ് തീരുമാനിക്കുന്നത്? CPM ആണോ തീരുമാനിക്കുന്നത്? അവർക്ക് അങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാമെന്നല്ലാതെ നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് സ്വകാര്യ സർവകലാശാലകൾ വേണം എന്നതിനൊരു ഉത്തരം വേണം. നമ്മുടെ അക്കാദമിക് അന്തരീക്ഷം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണോ? സംസ്ഥാന സർവകലാശാലകളുടെ അല്ലെങ്കിൽ പൊതു സർവകലാശാലകൾ അവയുടെ നിലവാരത്തിൽ കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇനി പുതിയ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇതിനൊക്കെ ഒരു വിശദീകരണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ബില്ലിനെ സംബന്ധിച്ച് കരട് അംഗീകരിച്ചു ഇന്ന് മന്ത്രിസഭ. അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്ന് സംബന്ധിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, രാജ്യത്തെ ഈ സ്വകാര്യ സർവകലാശാല ഇപ്പോൾ 290 സർവകലാശാല ഏതാണ്ട് അത്ര അതിനടുത്ത സർവകലാശാലകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവയുടെ നിലവാരം എന്താണ്? ഇപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്? അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? കേരളത്തിലേക്ക് അവ വന്നാൽ നന്നായിരിക്കും എന്ന് ജനങ്ങൾക്കത് ബോധ്യപ്പെടുമെന്ന് അവർ കരുതുന്നുണ്ടോ? അത് പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സുതാര്യതയും സത്യസന്ധതയുമാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ഞങ്ങൾക്ക് നേരത്തെ സംഭവിച്ചതും ശരി, ഇപ്പോൾ സംഭവിക്കുന്നതും ശരി എന്ന് പറയുന്നതാണ് തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യം സേഫ്. രണ്ടാമത്തെ കാര്യം അക്കാഡമിക് ആയിട്ടുള്ള സംഗതികൾ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതു സർവകലാശാലകളുടെ നില എന്താണ്? കേരളത്തിൽ ഇപ്പോൾ ഏതൊക്കെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആകെയുള്ള ഒരേ ഒരു വൈസ് ചാൻസലർ ആരോഗ്യ സർവകലാശാലയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ്. അത് സർക്കാരും ചാൻസലറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇവിടെയുണ്ട്. അത് വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം നമ്മൾ തന്നെ എത്രയോ ഗോപാൽ ചെയ്തിട്ടുള്ള സ്റ്റോറികൾ കൊടുത്തില്ല. ഈ പ്രിൻസിപ്പൽമാരില്ലാത്ത കോളേജുകൾ എന്നുള്ള നിലയിൽ ധാരാളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. അതുപോലെ തന്നെ പരീക്ഷകളുടെ ഷെഡ്യൂളുകൾ, അതിലൊക്കെ വരുന്ന കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങളാണ്. അതിന് പരിഹാരമില്ല എന്നാണോ ഈ സർക്കാർ പറയുന്നത്? അപ്പോൾ അതിനെന്താണ് മറുപടി? അതിനൊരു മറുപടി കൂടി തന്നിട്ട് വേണം നമ്മൾ സ്വകാര്യ സർവകലാശാല. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരുന്നു, അവയുടെ സീറ്റിൻ്റെ കാര്യത്തിലും ഫീസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ സംവരണം ത്തിൽ ഇടപെടാൻ മാർഗമുണ്ടോ എന്നാണ് ഈ ബില്ല് പരിശോധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ 80 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 കോടി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ള കാര്യത്തിൽ നിബന്ധന വരാൻ പോകുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വിസിറ്റർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു റോള് കൊടുക്കുക എന്നുള്ളത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു തീർപ്പും നമ്മളടുത്ത് പറയുന്നില്ല. അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഭാവിയിൽ ഇപ്പോൾ നമുക്കറിയാം സ്വാശ്രയ വിദ്യാഭ്യാസം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട
സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്ന കാലഘട്ടം തൊട്ട് സംഘർഷഭരിതമായിരുന്നു അവസ്ഥ. അതിനകത്ത് ഒരു ഭാഗത്ത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ SFIയും DYFIയും ആയിരുന്നു എന്ന് നമുക്കറിയാം. അതിനെ എതിർക്കുന്ന പക്ഷത്ത് പുഷ്പൻ രക്തസാക്ഷിത്വം ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ കാഴ്ചയും നമുക്കറിയാം. അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നിലനിൽക്കെ തന്നെ ഇവർക്ക് പോളിസി മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മൂർത്തമായ കാരണം നമുക്ക് വ്യക്തമാകേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സർവകലാശാലകൾ വരുന്നത് അത് മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയുന്നു. അതായത് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന സർവകലാശാല ക്യാമ്പസുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ഇടപെട്ടാൽ മതിയോ? ആരോഗ്യ വകുപ്പിൻ്റെ റോൾ എന്താണ്? അവിടെ ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോഴ്സ് അനുവദിച്ച് കിട്ടുന്നതിനുള്ള നിബന്ധനകളെല്ലാം ഫോളോ ചെയ്യുന്നത് ആരോഗ്യവകുപ്പാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് റോൾ? അങ്ങനെയുള്ള സംശയങ്ങൾ ആരോഗ്യവകുപ്പിന് തന്നെയുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ സുതാര്യത ഉറപ്പുവരുത്തുകയും ഇന്നത്തെ പ്രതിപക്ഷം സ്വകാര്യ സർവകലാശാലകളെ എതിർക്കുന്നില്ല എന്നാണ് അവരുടെ നയം എന്ന് നമുക്കറിയാം. ഞാൻ സത്യത്തിൽ സ്വകാര്യ സംരംഭങ്ങൾ അതിലൂടെ വരുന്നതിലൂടെ അത് മെച്ചം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ വളരെ എന്താ പറയുക, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള സ്വകാര്യ സംരംഭങ്ങൾ, ഇപ്പോൾ അസീം പ്രേംജി ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന അമിറ്റി ആവട്ടെ, ഈ ട്രസ്റ്റുകൾക്കൊക്കെ ഉണ്ട്. അത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് ഈ CPM അവരുടെ ഈ ഒരു മറച്ചു വെച്ചിട്ടുള്ള കളികളൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, തുറന്നു പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. നിഷാദ്, ഈ സ്വകാര്യ സർവകലാശാല അടക്കമുള്ള വിഷയങ്ങളിൽ CPMൻ്റെ ഈ നിലപാട് മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഈ പല നയനിലപാടുകളും മാറ്റേണ്ടതായൊരു മൂർത്തമായ സാഹചര്യത്തിലാണോ ആ പാർട്ടി ഉള്ളത്? ഒപ്പം ഇതിൻ്റെ അക്കാദമിക വശം കൂടെ. നേരത്തെ സാർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മൂർത്തമായ സാഹചര്യം എന്ന് പറയുമ്പോൾ ആരുടെ മൂർത്തമായ സമയമെന്ന മൗലികമായ ചോദ്യം അവിടെ ഉണ്ട്. 10 വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അന്നത് വേണ്ടതില്ല എന്ന് സ്വീകരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ആ കാരണം ഇപ്പോൾ മാറിയത് എങ്ങനെയാണ്? ഇതാണ് അടിസ്ഥാനപരമായി വിശദീകരിക്കപ്പെടേണ്ട കാര്യം. ഇപ്പോൾ CPMനോട് അവരുടെ നയം മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷേ അവർക്ക് ഈ നാടിനോട് അത് പറയാനുള്ള ബാധ്യതയുണ്ട് എന്ന് വരുന്നത് എവിടെയാണ്? 10 വർഷം മുൻപ് ആ പദ്ധതി അംഗീകരിക്കപ്പെടുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന് ഇന്നൊരു പക്ഷേ ആ നേട്ടം അച്ചീവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. വിവിധ സർവകലാശാലകൾ വരുന്നു, അവരുടെ എല്ലാം പ്രോജക്റ്റ് നോട്ടുകൾ പരിശോധിക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു, അവ സ്ഥലമെടുക്കുന്നു, അവിടെ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കുന്നു, അവ പ്രവർത്തന സജ്ജമാകുന്നു. എത്ര വർഷം എടുക്കുമായിരിക്കും? ഇപ്പോൾ ചൈന എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയും. ചൈന എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കുറഞ്ഞത് 20 വർഷം മുന്നിലേക്കുള്ള രാഷ്ട്രത്തിൻ്റെ നേട്ടം എന്തായിരിക്കണം, നമ്മൾ എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതായാലും നേരത്തെ കൂടി ആലോചിച്ച് പദ്ധതി ആസൂത്രണം ചെയ്ത് അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് അതിവേഗത്തിൽ ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. AI സാങ്കേതികവിദ്യയുടെ ചലനത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അടുത്ത 2030 നമ്മൾ എവിടെ നിൽക്കണം? ആണവായുധ പോർമുനകളിൽ നമ്മൾ എവിടെ നിൽക്കണം? ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എവിടെ നിൽക്കണം? ചിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എവിടെ നിൽക്കണം? അതിന് നേരത്തെ പദ്ധതികളുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള നേട്ടവും അച്ചീവ് ചെയ്യുന്നതിന് വളരെ കാലയെ കൂട്ടിയുള്ള ദീർഘദൃഷ്ടി ഉണ്ടാവുക, വിഭാവനം ഉണ്ടാവുക, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. 10 വർഷം മുൻപ് ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് എന്തായിരുന്നു? ആ ഗ്രൗണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് മാറിയത്? അത് കേരളത്തോട് വിശദീകരിക്കാൻ CPIM എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടിക്ക് ഇപ്പോൾ ബാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഇപ്പം ഇന്ന് TP ശ്രീനിവാസൻ പറയുന്നു, നിങ്ങൾ 10 വർഷം ഇത് വൈകിച്ചു, അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിൻ്റെ നേട്ടം കിട്ടിക്കൂടാ, ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടിക്കൂടാ എന്ന കേവലമായ രാഷ്ട്രീയ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അത് കേരളത്തിൻ്റെ വികസന ആശയങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ് ചെയ്തത്. അത് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. SFIക്ക് മാപ്പ് പറയേണ്ട കാര്യമില്ല, തിരുത്തലിൻ്റെ വിശദാംശം നൽകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാൻ ഇതൊരു ജനാധിപത്യ കേരളമാണ്, നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന സർക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു നയമാറ്റത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 10 വർഷം മുമ്പ് ഇത് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന കാര്യം വിശദീകരിക്കാൻ നിശ്ചയമായിട്ടും CPMൻ്റെ ബാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ് സൈഫു, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ഇന്ത്യയിൽ നാഗമാനം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോവുകയാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ കാരണങ്ങളിലൊന്ന് മെച്ചപ്പെട്ടതും ആധുനികവും നവീനവും പുതിയ കാലത്തിനോട് യോജിക്കുന്നതുമായ സമ്പ്രദായങ്ങൾ ഇവിടെ ഇല്ല എന്നതുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാൻ പോകുന്നു. 10 വർഷം മുമ്പ് നമ്മൾ സ്വകാര്യ സർവകലാശാലയിൽ നിന്ന് ആശയത്തിലേക്ക് കടക്കുകയും ഇപ്പോൾ അതിനിടയ്ക്ക് സർക്കാരുകൾ മാറി വരുമല്ലോ. ഇപ്പോൾ നമുക്ക് സാധ്യത പ്രായമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒഴുക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു.
നമ്മുടെ സർവകലാശാലയിൽ നേരത്തെ സാർ പറഞ്ഞുള്ള പലതരം പരിമിതികളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ സംവിധാനങ്ങളുടെ കുറവുണ്ട്, അധ്യാപകരുടെ കുറവുണ്ട്. നമ്മളിപ്പോഴും പരമ്പരാഗതമായ പല കോഴ്സുകളും കൊണ്ടു നടക്കുന്നു. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ടെക്നോളജി, നമ്മുടെ കോഴ്സുകൾ, അതിൻ്റെ പഠനരീതികൾ, അതിൻ്റെ കാലഗണന ഇവയെല്ലാം നിരന്തരമായി മാറ്റിപ്പണിയേണ്ടതുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളും സർവകലാശാലകളും അല്ല പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമുള്ളതല്ല. അപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, മാറുക എന്നത് പ്രധാനമാണ്. അതിന് നമ്മുടെ സർവകലാശാലകളെ പുതുക്കുകയാണോ വേണ്ടത്, അതോ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ നേരത്തെ കൂട്ടി കാഴ്ചകൾ കാണാൻ പറ്റുന്നവരാണ് ശരിയായ രാഷ്ട്രീയ നേതൃത്വം. അല്ലാതെ മൂർത്തമായ സാഹചര്യം, ഞങ്ങളുടെ മൂർത്തമായ സാഹചര്യം അത് വളരെ പ്രധാനമാണ്. ഞങ്ങൾക്ക് സർക്കാരുണ്ടായപ്പോൾ ഞങ്ങളാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവരുന്നെങ്കിൽ അത് ഒട്ടും സത്യസന്ധമല്ല, ജെന്യുവിനല്ല, അതൊരർത്ഥത്തിൽ വഞ്ചനാപരമാണ്. അത് വിശദീകരിക്കാതെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുമെന്ന് CPIM അല്ലെങ്കിൽ LDF അതിൻ്റെ മന്ത്രിമാരോ കരുതരുന്നാണ് ഞാൻ പറയുക. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിൽ CPIM എടുത്തിട്ടുള്ള പൊസിഷൻസ് അവർ പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയത്തിലും അപ്പോൾ ഉയർന്നു വരുന്ന ആശങ്കകളെ അഡ്രസ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ആശങ്ക അന്നത്തെ ആശങ്കയാണ്. ആ ആശങ്ക CPIM ഏറ്റെടുത്തിട്ടുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അത് വലിയ അപരാധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്നത്തെ തൊഴിൽ നഷ്ടത്തിൻ്റെ ആശങ്ക പ്രധാനമായിരുന്നു. AI വരാൻ പോകുന്നു, AI വരുമ്പോൾ ആദ്യം സംഭവിക്കാൻ പോകുന്ന തൊഴിൽ നഷ്ടമാണ്, തർക്കമില്ല. അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളിയെക്കുറിച്ചുള്ള ആശങ്ക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല, അതിനെ ഞാൻ പരിഹസിക്കില്ല. അപ്പോൾ അതിനകത്ത് റീസൺസ് ഉണ്ട്. എന്തായിരുന്നു റീസൺ? സ്വകാര്യ സർവകലാശാല വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താണ്? അപ്പോൾ കേവലമായ കക്ഷി രാഷ്ട്രീയത്തിലെ കളികൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനകത്ത് തീരുമാനമെടുക്കുക. അതിപ്പോൾ CPIM മാത്രമല്ല, മറ്റ് പല പാർട്ടികൾക്കും പല വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള പൊസിഷനകത്ത് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് വിശദീകരിക്കുക പ്രധാനമാണ്. രണ്ടാമത്തേത്, സ്വകാര്യ സർവകലാശാല വരാൻ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യം വിശദീകരിക്കണം. വരാൻ പോകുന്ന സർവകലാശാലകൾക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൻ്റെ തീരെഴുത്താണോ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഇവിടെ തോന്നുന്ന പ്രവർത്തിക്കണം. സ്വാശ്രയ കോളേജുകൾ വന്നപ്പോൾ എന്തായിരുന്നു? ആദ്യം വന്ന കോളേജുകൾ വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ വലിയ തോതിലുള്ള അപകടവശങ്ങളും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവാദ വഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിനകത്തുള്ള ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ച്, കുട്ടികളുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോലും പുറത്തു വന്നു. അപ്പോൾ വരാൻ പോകുന്ന ഈ വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത് സർക്കാരിൻ്റെ സമ്പൂർണ്ണ എടുത്തു വാങ്ങിച്ചിട്ടാണോ? ഇപ്പോൾ നമ്മൾ എത്രയോ കാലത്ത് നമ്മൾ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വിഴിഞ്ഞം തുറമുഖം. അദാനി വന്നു, അവസാനം ആരും വരാതെയപ്പോൾ അദാനി വന്നു. അദാനിക്ക് സമ്പൂർണ്ണമായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ അദാനിയുടെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 1% തന്നാൽ മതി എന്നുള്ള കണക്കൊക്കെ ഉണ്ടാക്കി അദാനിക്ക് മാത്രം കൊള്ളയടിക്കാൻ പറ്റുന്നതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കും എതിർപ്പില്ല. ഇപ്പോഴത്തെ സർക്കാരിനുമില്ല, മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്കുമില്ല. അപ്പോൾ അതുപോലെ ഡ്രീം പ്രോജക്റ്റുകളാണ്, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ബസ്സാണ്. അതുകൊണ്ട് എല്ലാം എഴുതി കൊടുക്കാം. സംവരണത്തിൻ്റെ, ഫീസിൻ്റെ, സർക്കാർ മേൽനോട്ടത്തിൻ്റെ അല്ലെങ്കിൽ അക്കാദമിക് ക്വാളിറ്റിയുടെ എല്ലാം കാര്യത്തിൽ എല്ലാം അവർക്ക് വിട്ടുകൊടുക്കുന്ന സമീപനം എടുക്കുക. അതോ കേരളത്തിൻ്റെ എക്കാലത്തെയും കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മോഡലുണ്ട്. അതിനകത്ത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ, സർക്കാരിൻ്റെ ഒരു മോണിറ്ററിംഗ് ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനെ ആ നിലയ്ക്കുള്ള പൊളിറ്റിക്കലി കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ സ്വകാര്യ സർവകലാശാലയാണ്, വരട്ടെ, വേഗം വരട്ടെ എന്നതല്ല, എങ്ങനെ വരുന്നു, എന്തൊക്കെ വ്യവസ്ഥകളിലൂടെയാണ് വരാൻ പോകുന്നത് എന്നറിയാനും കേരളത്തിൻ്റെ ബാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. സിംപ്ലി മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്തിനാണ് 10 വർഷം ഇത് വൈകിച്ചത്? അത് പറയാതെ മൂർത്തമായ സാഹചര്യം എന്ന് പറയുന്നുള്ള കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജീസ് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. മനുഷ്യർക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവിൽ അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ചെയർമാൻ ഇതിൻ്റെ മുഖത്തടിച്ചത് നല്ല ഓർമ്മയുണ്ട് എന്ന് മലയാളിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്നും ഈ പറഞ്ഞ ഈ ടെർമിനോളജീസ് അറിയാവുന്നത് അവർക്ക് മാത്രമാണെന്നും വിചാരിക്കരുത്.